ഒരു നല്ലൊരു സുപ്രഭാതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ബാബുരാജ്. ഞാൻ കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയാണ്. ഈ ബയോട്ടോറിയം എന്നൊരു കൺസെപ്റ്റ് ഏറ്റെടുത്തിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതും ഈ ബയോട്ടോറിയത്തിന്റെ കുറിച്ച് തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറാം. ഓക്കെ, നമ്മള് ചെയ്യുന്ന ബിസിനസ് എന്താണെന്നും ഏത് കമ്പനിയാണെന്നും അതിന്റെ പ്ലാറ്റ്ഫോം എന്താണെന്നും ഒക്കെ നമുക്ക് കൃത്യമായ ബോധ്യമുള്ള ആൾക്കാരാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. എന്നിരുന്നാലും നമ്മൾ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കൺസെപ്റ്റിന്റെ ഈ പ്രൊഡക്റ്റ് കുറിച്ച് വളരെയധികം ചോദ്യങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. എന്താണ് മാഗ്നറ്റ്? എന്ത് തരം മാഗ്നറ്റ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ബയോ മാഗ്നറ്റ് എന്താണെന്ന് കുറിച്ചൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പോകുന്നവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതിന്റെ ശാസ്ത്രീയതയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ മനോഗതി അവരിൽ ഇല്ല എന്നത് സത്യമാണ്. കാരണം ഇത് സയൻസ് എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. സയൻസ് പഠിക്കുന്നവരുടെ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളണം എന്നുമില്ല. കാരണം എല്ലാം അറിയാം എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ, ചില ആൾക്കാരുടെ മനസ്സിലുള്ളത് നമ്മളെ പോലുള്ള ഒരു ആൾക്കാർ പോയി പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഫീൽഡിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പരിയാരം എന്ന സ്ഥലത്ത് പോയപ്പോ ഞങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് കേട്ടിരിക്കുന്ന കുട്ടി ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ് എന്ന് മനസ്സിലാക്കിയതും അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചത് വളരെ മോശമായിട്ടായിരുന്നു. എന്നെ പഠിപ്പിക്കുന്നത് അല്ല, എൻ്റെ പ്രൊഫസേഴ്സ് ഒന്ന് പഠിപ്പിക്കുന്നത് മാഗ്നറ്റിസം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്ന കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇത് വെറും തട്ടിപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ് വളരെ കൂളായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിന്റെ ശാസ്ത്രീയത ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിരുന്നു, തെളിയിക്കപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗൂഗിളിൽ പോയി ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഇരിക്കുന്നതിൽ തന്നെ ഇതിനെ കുറിച്ചൊന്ന് മൊബൈലിൽ സെർച്ച് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏതായാലും ഞാൻ അവിടെ ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹം അത് ഞാൻ പറഞ്ഞത് തെറ്റായി പോയി, മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കണം എന്നുള്ളൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ ആയിരിക്കണമെന്നില്ല എല്ലാവരും. അപ്പോ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് നമുക്ക് എടുത്ത് തരുന്ന മിനീഷ് സാറ് ഈ ഒരു ബയോമാഗ്നറ്റിക്സിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് നല്ലൊരു ക്ലാസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇത് നമ്മുടെ ഫീൽഡിൽ ഏത് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ക്ലാസ് നമുക്ക് സാറിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മിനീഷ് സാറെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ സൂമിലേക്ക് എത്തിയ മുഴുവൻ ആൾക്കാരെയും ഞാൻ ഈ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് മിനീഷ് സാറിലേക്ക് മൈക്ക് കൈമാറും. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു മോർണിംഗ് ആശംസിക്കുന്നു. ഇന്ന് നമ്മളിങ്ങനെ ഒരു ടോപ്പിക് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരുപാട് ആളുകൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് ഇപ്പോഴും നമ്മളോട് ഇത് എന്താ പറയാ തട്ടിപ്പാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നലെ ടീച്ചറെ വിളിച്ച് രാത്രി ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മളെ മിനി ടീച്ചർ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, എന്റെ ടീമിൽ നിന്നും ഇതേപോലെ ബൗരാസ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള, അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള സംശയം വരും. ഇനിയിപ്പം 10 പേര് പറയാണ് ഇത് തട്ടിപ്പ്, അപ്പൊ ഞാൻ വിചാരിക്കും എന്നാ പിന്നെ ഇത് തട്ടിപ്പായിരിക്കും. ആ ഒരു ലെവലിലേക്ക് പണി നിർത്തി പോയ ആളുകൾ വരെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ രാവിലെ 6 മണിക്ക് ഇരിക്കുന്ന ആളുകളൊക്കെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. പക്ഷെ ഈ സെഷൻ ശരിക്കും വേണ്ടത് എന്താ പറയാ ഭയത്തോടെ ഇതിനെ കാണുന്ന ആളുകൾക്കും കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾക്കാണ് ശരിക്കും വേണ്ടത്. നമ്മൾ ടീമിൽ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഏകദേശം 3 മണിക്കൂറിന് മുകളിൽ ടൈം എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു
ചെറിയൊരു മോഡ്യൂളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പോകാനൊന്നുമില്ല. ഞാൻ സ്ക്രീനിലിടുന്ന സാധനങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. കുറെയൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. സാർ ഇതൊന്ന് പഠിച്ചു നോക്കൂ. ഇതെന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് വെച്ചാല്, ലോകം അംഗീകരിച്ച, ജപ്പാന്റെ ഹെൽത്ത് മിനിസ്ട്രി നൂറ്റാണ്ടുകൾക്ക് മുന്നേ അംഗീകരിച്ച, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കണ്ടീഷനോടുകൂടി അംഗീകരിച്ച, ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ആയുഷ് മന്ത്രാലയം നേച്ചുറോപ്പതിയുടെ ഭാഗമായി അംഗീകരിച്ച ഒരു ചികിത്സാ രീതി, ഒരു വെൽനസ് ഉൽപ്പന്നമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. എന്നാലും ഒരുപക്ഷെ ഇതിലുള്ള പലർക്കും ഒരു ഉപകാരപ്പെടുന്ന കുറച്ച് കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഷെയർ ചെയ്യാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഓക്കെ ആണോ ബാബുരാ സാർ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, വെൽക്കം എന്നുള്ള ഇത് വന്നോ? വന്നോ? വന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ മെയിൻ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് ബയോമാഗ്നറ്റിക് തെറാപ്പിയാണ്. എന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിന്റെ സയൻസും അതിന്റെ ആപ്ലിക്കേഷൻസും, എങ്ങനെ നമ്മുടെ ബോഡി, നമ്മുടെ മാത്രമല്ല കേട്ടോ, ജീവികളുള്ള എല്ലാ ജീവികളുടെയും എല്ലാ സസ്യങ്ങളുടെയും ഉള്ളിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതാണ്. മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല മാഗ്നറ്റിസം. നമ്മള് ഖുറാനില് ആദ്യം തുടങ്ങുന്നത് തന്നെ മനുഷ്യന് വേണ്ടി എന്നുള്ളതാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും, അങ്ങനെ എന്തൊരു വാക്ക് പറയുന്നത് അധികം മുഹമ്മദ് സാർക്ക് ഇതിന്റെ അകത്ത് ഉണ്ടാവും ചിലപ്പോ. അതുപോലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണ് മാഗ്നറ്റിസം. നമുക്ക് WHO റെക്കഗ്നൈസ് ചെയ്ത, ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ആയുഷ് മന്ത്രാലയം നേച്ചുറോപ്പതിയുടെ ഭാഗമായി അംഗീകരിച്ച ചികിത്സാ രീതി. അതിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്, മാഗ്നറ്റിക് ബെൽറ്റ്, മാഗ്നറ്റിക് നെക്ലസ്, മാഗ്നറ്റിക് ഗ്ലാസ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ വേദനകളെ മാറ്റാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനും ഓക്സിജൻ ലെവലിൽ എൻഹാൻസ് ചെയ്യാനും സാധിക്കുമെന്ന് എഴുതി വെച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണിത്, ayush.gov.in. മാഗ്നറ്റിക് തെറാപ്പിയെ തള്ളിപ്പറയുന്ന ആളുകൾ ആയുർവേദത്തെ തള്ളിപ്പറയണം, ഹോമിയോപ്പതി തള്ളിപ്പറയണം, നേച്ചുറോപ്പതി തള്ളിപ്പറയണം, വേറെന്തൊക്കെയാണ് യോഗ തെറാപ്പിയെ തള്ളിപ്പറയണം. ഇനി ഇവിടെ കാണുന്ന എല്ലാ തെറാപ്പി, ഫാസ്റ്റിംഗ് തെറാപ്പി, മഡ് തെറാപ്പി, ഹൈഡ്രോ തെറാപ്പി, അക്യൂപങ്ക്ചർ, മസാജ് തെറാപ്പി, ഡയറ്ററി സപ്ലിമെന്റ്, ന്യൂട്രീഷൻസ്, ഹെർബൽസ്, ക്രോണിക് ഇറിഗേഷൻ, ക്രോമോതെറാപ്പി, ഓസോൺ തെറാപ്പി, ഇങ്ങനെയുള്ള സകല തെറാപ്പിയെ തള്ളിപ്പറയാണെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പിയെ അവർ തള്ളിപ്പറയണോട്ടെ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് തെറാപ്പി ബുക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ആരെങ്കിലും പുതിയ ആളുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കിട്ടും ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതും ആമസോൺ ആണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഡയലിലുണ്ട്, മാഗ്നറ്റ് RXL-ഉണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു ബുക്ക് ഇന്ത്യയിലെ ആധികാരികമായ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ചുള്ള ഗ്രന്ഥമാണ്. ഹോമിയോപ്പതി ഡോക്ടറായ ഡോക്ടർ HL ബെൻസലും ഡോക്ടർ RS ബെൻസലും കൂടി എഴുതിയാണ്. ഇത് എഴുതാനുള്ള കാരണം, ഡോക്ടർ HL ബെൻസൽ എന്ന് പറയുന്ന ഹോമിയോപ്പതി ഡോക്ടർക്ക് എക്സിമ, നമ്മുടെ ഈ സോറിയാസിസ് പോലത്തെ ഒരു അസുഖം വന്ന് വർഷങ്ങളോളം അദ്ദേഹം പഠിച്ച എല്ലാ ഹോമിയോപ്പതിയും അലോപ്പതിയും കാണിച്ചിട്ടും മാറാത്ത സമയത്ത് ആരോ ഒരാൾ പറഞ്ഞപ്പോ ഡൽഹിയിലുള്ള ഒരു മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് RS താക്കറെ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്തേക്ക് എത്തുകയും 15 ദിവസം കൊണ്ട് മാഗ്നറ്റിക് സ്റ്റോണും മാഗ്നറ്റിക് വാട്ടറും ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് നടത്തി അദ്ദേഹത്തിന്റെ വർഷങ്ങളോളം മാറാത്ത, എന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ വർഷങ്ങളോളം മാറാത്ത എക്സിമ എന്ന് പറയുന്ന അസുഖം മാറിയപ്പോഴാണ് അദ്ദേഹം ഇതിനെപ്പറ്റി പഠിക്കുന്നതും അദ്ദേഹത്തിന്റെ തന്നെ ഗുരു ഡോക്ടർ സാമുവൽ ഹനിമാൻ ഈ മാഗ്നറ്റിസത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി ഇന്ത്യയിൽ പ്രചാരത്തിൽ വരുത്തുകയും 1975-76 കാലഘട്ടത്തിൽ മാഗ്നറ്റിക് തെറാപ്പി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംരംഭം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1976 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വളരെ വ്യക്തമായിട്ട് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു, സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മാഗ്നറ്റിക് എനർജി കിട്ടുകയാണെങ്കിൽ അതിന്റെ വളർച്ചയും അതേപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ടും കൂടുമെന്നുള്ളത്. അതിന്റെ കട്ടിങ്സ് നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, നമ്മുടെ ബോട്ടിലേക്ക് വരുമ്പോൾ നമുക്കുള്ളത് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് കിറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനാച്ചാൽ ഇതൊരു ടോട്ടൽ ഹീലിംഗ് തെറാപ്പി. ആകെ കിട്ടുന്നത് തെറാപ്യൂട്ടിക്കൽ എഫക്ട് നമുക്ക് ബോഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മെഡിസിൻ അല്ല, ഇതൊരു മരുന്ന് എന്നുള്ള രീതിയിൽ ആരും പ്രൊമോട്ട് ചെയ്തത്, ഇതൊരു ചികിത്സ എന്നുള്ള രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. ഇതൊരു ആൾട്ടർനേറ്റീവ് ഹീലിംഗ് തെറാപ്പി എന്ന് പറയും.
എന്ന് വെച്ചാൽ ഏതെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആളുകളാണ് ഇത് വാങ്ങുന്നതെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ബോഡിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. മെഡിസിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിലെ മെഡിസിൻ കണ്ടന്റുകൾ അബ്സോർവ് ചെയ്യാൻ വേണ്ടി ബോഡി കപ്പാസിറ്റി കിട്ടും. നിങ്ങൾ കഴിക്കുന്ന ഫുഡുകളുടെ ന്യൂട്രീഷൻസ് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ മെല്ലെ മെല്ലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ഓക്സിജന്റെ അളവും കൊണ്ട് ശരീരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളെയും ഒരു പരിധി വരെ മാറ്റിവെക്കാനും നമ്മുടെ പൊട്ടന്റെ വാല്യൂ മാത്രം എടുത്ത് കാണിക്കുക. നമ്മുടെ പൊട്ടൻ എന്താ വാല്യൂ? കോവിഡ് സമയത്ത് ഈ പൊട്ടകൾ ഉപയോഗിച്ച ആളുകളുടെ ഓക്സിജൻ ലെവലും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണ് എന്ന് മനസ്സിലാക്കിയ ആയുഷ് മെഡിക്കൽ കൗൺസിൽ നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തിന് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് തന്നിട്ടുണ്ട്. അത് തന്നത് നാഷണൽ നേച്ചുറോപ്പതി ഡേ 2021 നവംബർ 18 നമുക്ക് കിട്ടുന്നത് ഈ ഒരു അവാർഡ്. അത്യാവശ്യം വിവരമുള്ള വിദ്യാഭ്യാസ ആളുകൾക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കും. എന്തിനേയും എതിർക്കുന്ന ആളുകൾ ഇപ്പം എന്താ പറയാ, ഇവിടെ നല്ല ചെരുപ്പ് വാങ്ങാൻ കിട്ടും, 300 രൂപക്ക് ഒരു ചെരുപ്പ് കിട്ടും. പക്ഷെ 6000 രൂപക്ക് വുഡ്ലാൻഡിന്റെ ഷൂവും കിട്ടും. വുഡ്ലാൻഡിന്റെ ഷൂ വാങ്ങുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഓക്കെ, രണ്ട് കാര്യം നമ്മൾ എടുത്തുണ്ട്. പണമുള്ളവർക്ക് ആരോഗ്യം കൊടുക്കാനുള്ള വാല്യൂ ഉള്ള മിറാക്കിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ എടുത്തുണ്ട്. പണമില്ലാത്ത ആളുകൾക്ക് പണം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇത് ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ് അല്ല, ആർട്ടിഫിഷ്യൽ എന്താ പറയാ ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു ജൈവ കാന്തമാണ്, നാച്ചുറൽ ബയോ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നിയോഡേമിയം എന്നാണ് ഈ മൂലകത്തിന്റെ പേര്. ഇതിനെ നിക്കൽ കോട്ടിംഗ് ചെയ്ത് അതിനൊരു പ്രോസസ്സിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിൽ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ബട്ടൺസ് രൂപത്തിലാക്കി നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരടുത്ത് പോയി പറയുമ്പോൾ പഴയ ചാണകം മെഴുകിയ വീട്ടിലും അല്ലെ കരി ഉപയോഗിച്ച് ഉണ്ടാക്കിയ വീടില് ഓടിന്റെ ഓലയൊക്കെ മേഞ്ഞ വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ കിട്ടിയ മാഗ്നറ്റിക് എനർജി ഇന്നില്ലാത്തത് കൊണ്ട് തിരിച്ചങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ എനർജി നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ കമ്പനി എന്ത് ചെയ്തു, ഇതിനെ വളരെ ഭംഗിയായി, വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, വളരെ ഭംഗിയായി ഇതിനെന്ത് ചെയ്തു, ഇതില് മാഗ്നറ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കിടക്കാൻ വേണ്ടി തരുന്നു. പകൽ സമയത്ത് ചെരുപ്പ് ചവിട്ടാതെ നമുക്കിപ്പോ പുറത്തു പോകാൻ പറ്റില്ല, വാഹനത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ മാഗ്നറ്റിക് എനർജി കിട്ടാത്തത് കൊണ്ട് ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആകാൻ വേണ്ടി എന്ത് ചെയ്യും, നമുക്ക് കയ്യിലോ കാലിലോ കെട്ടാൻ പറ്റുന്ന തരത്തിൽ ഒരു ബാൻഡ് സെറ്റ് ചെയ്തു. കിണറൊന്നും മാഗ്നറ്റിക് വാട്ടർ കിട്ടാത്തത് കൊണ്ട് കുടിക്കുന്ന വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കുടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമുക്ക് മാഗ്നറ്റിക് വാട്ടർ എനർജി പേര് തന്നു. ഇതാണ് റിയാലിറ്റി. 1961 സ്പേസിലേക്ക് പോയ ഓസ്ട്രേലിയകളൊക്കെ തിരിച്ചു വന്നപ്പോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവര് സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടായിരുന്നു, ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഈ ശാരീരികമായ അസ്വസ്ഥതകൾ വരാനുള്ള കാരണം അവർ ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്തിരുന്നു, പക്ഷെ മാഗ്നറ്റിസം ക്യാരി ചെയ്തിട്ടുണ്ടായില്ല. അതിനുശേഷം നാസ അവരുടെ ഓസ്ട്രേലിയകൾക്ക് നിയോഡൈമിയം മാഗ്നറ്റ് ആണ് അവരുടെ ജാക്കറ്റിലും ഷൂലേസിലും ഒക്കെ ഫിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതേ ക്വാളിറ്റിയുള്ള ഒരു നിയോഡൈമിയം മാഗ്നറ്റാണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇതേ പ്രൊഡക്റ്റിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ചവറ് പോലെ വന്ന് ആളുകളെ പറ്റിച്ച കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഇവര് ഓൺലൈൻ പർച്ചേസ് ഉള്ള ആളുകളാണെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ 4000-നും 4500-നൊക്കെ കിട്ടും. ഈ വായിട്ടൊന്നും പേര് പറഞ്ഞിട്ട് അവിടെ പരസ്യം കാണുന്നുണ്ട്. അപ്പൊ അതൊന്നും വാങ്ങി ഉപയോഗിക്കരുത്. വാങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, വാങ്ങണ്ട. പക്ഷെങ്കിൽ വെറുതെ പറ്റിക്കപ്പെടരുത് എന്ന് വളരെ അടിവരയിട്ടുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. കാരണം ഓർഡർ ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള, ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ്. നല്ല ക്ലോത്ത് ആണ്. നമ്മളെ മാട്രസ്പേഡിനെക്കാട്ടും ഭംഗിയുള്ള ക്ലോത്ത് ആണ്. നല്ല തണുപ്പുണ്ടെങ്കിൽ പുതക്കാനൊക്കെ ഉപയോഗിക്കും. പക്ഷെ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം അതിലുണ്ടാവില്ല. നമുക്കറിയാം, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. എയർ, വാട്ടർ, ഭക്ഷണം, സൂര്യപ്രകാശം, മാഗ്നറ്റിക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് കിട്ടിയിരുന്ന ഒരു എനർജിയാണ് ഇത്. എപ്പോഴും നമ്മൾ VOP പറയുന്നതാണ്. ഏകദേശം 300ഓളം അസുഖങ്ങൾ ശരീരത്തിലേക്ക് വരാനുള്ള കാരണം ഓക്സിജന്റെ അളവും ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പർ ആകാത്തത് കൊണ്ടാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗം കിട്ടുന്ന ഗുണങ്ങളൊക്കെ പഠിച്ച് ഇതിൽ PhD എടുത്ത ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. Magnetic water treatment does not change the chemistry of the water, but it alters the structure and the property of liquid water. ഒരു ലിക്വിഡ് വാട്ടറിന്റെ അത് ജ്യൂസ് മാഗ്നറ്റൈസ് ചെയ്യാം, ഈവൻ ലിക്കർ വരെ മാഗ്നറ്റൈസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവണ്ടെന്നുള്ളതുകൊണ്ട് എന്താ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മാഗ്നറ്റൈസ് ചെയ്യാം. ഇപ്പൊ നോമ്പാണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് അതിനുശേഷം കഴിക്കുന്ന ജ്യൂസ് മാഗ്നറ്റൈസ് വാട്ടർ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതും
ജ്യൂസ് ഉണ്ടാക്കിയതിനു ശേഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാഗ്നറ്റൈസ് ചെയ്ത് വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. അത്രയും എന്താണ് പാല് മാഗ്നറ്റൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ യൂറോപ്പിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു കെമിസ്ട്രി H2O എന്ന് പറയുന്ന ആ കെമിസ്ട്രിയിലൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഇതൊരു ആകെ നടക്കുന്നത് അതിന്റെ സ്ട്രക്ചറിലുള്ള ഒരു മാറ്റമാണ്. ഇത് ഇടതുഭാഗത്ത് കാണുന്ന സ്ട്രക്ചറിലായിരിക്കും നോർമൽ പൈപ്പ് വെള്ളം അല്ലെങ്കിൽ കിണറിലെ വെള്ളം ഇപ്പോഴും ഉണ്ടാവുക. എന്നുവെച്ചാൽ 15-16 തന്മാത്രകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന H2O-യുടെ ഒരു എന്താ പറയുക കണികകൾ ഉണ്ടാവും. അതിനെ മാഗ്നറ്റ് എന്ത് ചെയ്യും വിഘടിപ്പിക്കുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന പോലെ 5-6 അതിസൂക്ഷ്മ കണികകളായി വിഘടിപ്പിക്കുന്നു. അതിൽ മാഗ്നറ്റിസം കൂടി ചേരുന്ന സമയത്ത് ഈ വെള്ളം ആന്റി ഓക്സിഡന്റ് ആയിട്ട് മാറുന്നു. നിങ്ങൾ AI ടെക്നോളജി ഉണ്ട്, നിങ്ങൾക്ക് എടുത്താൽ മതി. മാഗ്നറ്റിക് വാട്ടർ ഈസ് ആന്റി ഓക്സിഡന്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞിട്ട് AIയോ അല്ലെങ്കിൽ ഗൂഗിളോ അവർക്ക് ഉത്തരം കൊടുക്കും സ്പോട്ടിൽ. അതുകൊണ്ടാണ് നമുക്ക് അസിഡിറ്റി മാറുന്നതും നമുക്ക് ദഹനം പ്രോപ്പറാക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ആരോഗ്യം വെക്കുന്നതൊക്കെ ഈ വെള്ളം ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ടാണ്. ഫ്രീ റാഡിക്കൽസിനെ എന്ത് ചെയ്യും ഒഴിവാക്കാൻ വേണ്ടി മാഗ്നറ്റിക് വാട്ടറിന് സാധിക്കുന്നുള്ള പഠനങ്ങളുണ്ട്. ഈ വെള്ളം കുടിക്കുമ്പോൾ നടക്കുന്ന പ്രോസസ് എങ്ങനെയാണ്? കുടിക്കുന്ന വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കണികകളെ എന്ത് ചെയ്യും മൈക്രോ ക്ലസ്റ്ററിങ് എന്ന് പറയും. ക്ലസ്റ്റർ പൊട്ടിക്കുക എന്ന് വെച്ചാൽ കൂട്ടം ചേർന്നതിനെ പൊട്ടിച്ച് എന്ത് ചെയ്യും ചിതറി എന്ത് ചെയ്യും അതിനെ അതിസൂക്ഷ്മ കണിയാക്കി മാറ്റുന്നു. വേറെ അത് ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ എന്ത് ചെയ്യും വിസ്കോസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത നോർമൽ ആക്കാനും ഹൃദയത്തിന് ഈസി ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ബ്ലഡിലുള്ളത് ഒരു ചളി പോലെ കുഴഞ്ഞ രൂപത്തിലായിരിക്കും. നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ചിലപ്പോൾ അതിനെക്കാട്ടും ഡേഞ്ചർ ആയിരിക്കും. അതൊക്കെ എന്ത് ചെയ്യും ഒരു നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ യൂറിക് ആസിഡ് വന്ന് ഗൗട്ടൊക്കെ അടിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. വാദം പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് വരെ വേദനക്ക് ആശ്വാസം കിട്ടുന്നതായിട്ട് ജപ്പാൻ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. സ്കിന്നിന് നല്ലതാണ്, ആരോഗ്യം വെക്കും, സൗന്ദര്യം വെക്കും. ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്തിന്റെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയാം. ബോഡിയുടെ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ സഹായിക്കുന്നു. ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ, മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കും എന്നൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന വിഷയങ്ങളാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇത് കമ്പനിയുടെ നമ്മുടെ ബ്രോഷർ ഉള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ മാഗ്നറ്റിക് തെറാപ്പി നമ്മുടെ ശരീരത്തിൽ തരും. ഓക്കെ, ദഹന പ്രക്രിയ പ്രോപ്പർ ആക്കും, ആങ്സൈറ്റിയെ കുറക്കും, ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവിനെ കൺട്രോൾ ചെയ്യും, ഓക്സിജന്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യും, എക്സസീവ് തേഴ്സ്റ്റ് ദാഹം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. കാരണം ജലാംശം നിൽക്കുമ്പോൾ ദാഹം കുറവുണ്ടാവും. പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ, പ്രൊട്ടക്ട് ഫ്രം ലിവർ ഡിസീസ്, പ്രൊട്ടക്ട് ഫ്രം ഹാർട്ട് ഡിസീസ്, പ്രിവെന്റ് എല്ലാ തരത്തിലുള്ള സിസ്റ്റം പ്രോബ്ലംസും എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഹൈപ്പറ്റൈറ്റിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എന്നുവെച്ചാൽ മഞ്ഞപ്പിത്തം പോലുള്ള ലിവറായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എല്ലാ ഡിസോർഡറുകളെയും എന്ത് ചെയ്യും പ്രിവെന്റ് ചെയ്യും. ഫാറ്റി ലിവറിന് പ്രിവെൻഷൻ നടക്കും. പ്രിവെൻഷൻ ഓഫ് ലിവർ സിറോസിസിനെ തടയാൻ സാധിക്കും. കോൺസ്റ്റിപ്പേഷനെ കൺട്രോൾ ചെയ്യും, മലബന്ധത്തിനെ കൺട്രോൾ ചെയ്യും. മെയിൻറ്റെയിൻ ദ ബിൽറുബിൻ ലെവലിൽ, നമ്മുടെ ബിൽറുബിൻ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യപ്പെടും. അപ്പൊ നിങ്ങളൊരു ബോർഡറിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരാൻ ഇത് സഹായിക്കും. ഗർഭിണികൾ എന്ത് ചെയ്യരുത് ഒരു 3 മാസം കഴിഞ്ഞ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. അല്ലാണ്ട് ഇതിന് വേറെ സൈഡ് എഫക്ട് ഉള്ളത് കൊണ്ടല്ല. പലർക്കും ഒരു 3 മാസം കഴിഞ്ഞ് ഹോർമോണൽ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന BP കൂടാനും ഷുഗർ കൂടാനും മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഛർദിയൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ 4-5 എന്താ പറയാ അബോർഷൻ ഹിസ്റ്ററി. അടുത്തത് പേസ് മേക്കർ ഉപയോഗിച്ച ആളുകൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്. അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പും ഇയറിംഗ് എയ്ഡും വെച്ച ആളുകൾ അത് മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുക. മൊബൈൽ ഫോൺ, ടേബിൾ, ലാപ്ടോപ്പ് ഒന്നും കൂടുതൽ സമയം മാറ്റസ്പേഡിൽ വെക്കരുത്. കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ മാറ്റസ്പേഡും പില്ലോ പേഡും പാട്രജി പേഡും റിസ്റ്റ് പേഡും നനക്കരുത്. നേരിട്ട് വെയിലത്തിട്ട് ചൂടാക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 25 ഇയേഴ്സ് 25 വർഷത്തോളം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ മാഗ്നറ്റിക് എനർജി ഉണ്ടാവും. ഈ നിയോഡൈം മാഗ്നറ്റ് ആണ് 25 വർഷം മുതൽ 40 വർഷം വരെ പവറിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ നിക്കൽ കോട്ടിംഗ് ചെയ്ത ഈ ഒരു ബട്ടൺസ് രൂപത്തിലുള്ള സാധനം തുരുമ്പെടുത്ത് നശിച്ചു പോകും. അതുകൊണ്ടാണ് നനയരുതെന്ന് പറയുന്നത്. ഇത് എന്തൊക്കെ അസുഖങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന എല്ലാ അസുഖത്തിനും ഇതൊരു റെമഡി ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലൊന്നുമല്ല ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും ഫൈബ്രോമൾജിയ പോലുള്ള, റൊമറ്റോയിഡ് ആർത്തൈറ്റിസ് പോലുള്ള, മൈഗ്രെയിൻ പോലുള്ള സ്വെല്ലിംഗ്, നീർക്കെട്ടുകളുള്ളത്, ഇൻസോംനിയ ഉറക്കമില്ലാത്ത അവസ്ഥ, സ്പോർട്സ് ഇഞ്ചുറി, പാർക്കിൻസൺ ഡിസീസിന്, OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഉൽപ്പന്നം കൊടുക്കാൻ പറ്റും. ഈ സ്കിന്നിൽ കാണുന്ന അസുഖങ്ങളൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ.
ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ, മസിൽ ക്രാക്ക്, മസിൽ പെയിൻ, ഇയർ ബാലൻസ്, അതേപോലെ സെക്ഷൽ ആയിട്ടുള്ള എറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാനാണ് ഫാമിലി കിറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഫൈബ്രോസിറ്റിസ് പോലുള്ള വേദനകൾ, ഫ്രാക്ചർ വന്നിട്ടുള്ള വേദനക്ക് ആശ്വാസം കിട്ടും. ഇതൊക്കെ കിട്ടിയ ആളുകൾ എന്റെ മുന്നിലിരിക്കുന്നത്. ഇത് നിങ്ങൾ ഫ്രോസൺ ഷോൾഡറിന്, അതേപോലെ തന്നെ ഗൗട്ട് അടിഞ്ഞു കൂടി യൂറിക് ആസിഡിന്റെ വേദനക്ക്, ഇതിനൊക്കെ നല്ല ജെറ്റ് ലാഗ്, ലോങ് ഡ്രൈവ്, ഇവിടുന്ന് UK അമേരിക്കയിലേക്ക് പോകുന്ന ആളുകൾ അവിടെ എത്തി 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ജോലിക്ക് കയറുക. അവർക്കൊക്കെ ഈസി റിക്കവറിക്ക് എന്ത് ചെയ്യും, ജെറ്റ് ലാഗ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ റിവേഴ്സ് ചെയ്യാനൊക്കെ മാഗ്നറ്റിക് തെറാപ്പി നമ്മുടെ പൊട്ട് ഉപയോഗിക്കുമ്പോൾ സാധിക്കും. നീ പെയിന് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും, മെൻസ്ട്രൽ പെയിന് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു, മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. OCD എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയാ. ഇതിൽ തന്നെ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും, ഒരു പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞ് വൃത്തിയായിട്ടില്ല എന്ന് വിചാരിച്ച് വീണ്ടും പോയി കുളിക്കും. വീടിന്റെ ചാവി, കാറിന്റെ ചാവി ഒക്കെ ലോക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ആൾക്കുണ്ടെങ്കിൽ, എപ്പോഴും വൃത്തിന്റെ കാര്യത്തിൽ അടികൂടുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ ഹോർമോൺ ബാലൻസ് ചെയ്യാനും ആ ഒരു കണ്ടീഷനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ പില്ലോ പാഡും മാട്രസ് പാഡും മാഗ്നറ്റിക് വാട്ടറൊക്കെ കുടിക്കുമ്പോൾ സഹായിക്കുന്നതാണ്. ആമവാദ, സന്ധിവാദ, നെർവ് ടിക്ക് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, ഗുണം കിട്ടുന്നതാണ്. സയാറ്റിക്ക പോലുള്ള വേദനകൾക്ക്, റെപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, കൂടുതൽ സമയം ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകൾ, IT മേഖലയിൽ കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൈയുടെ ഉള്ളം കയ്യിൽ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ബ്ലോക്ക്, അതൊക്കെ RSIയിൽ വരുന്നതാണ്. അതിനൊക്കെ എന്ത് ചെയ്യും, ആശ്വാസം കിട്ടാൻ സഹായിക്കും എന്ന് ലോകത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ടെന്നീസ് എൽബോ പോലുള്ള മുട്ടുവേദനകൾക്കും ഷോൾഡർ പെയിനും അതേപോലെ വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന സിഗ്നസിനും റിസൾട്ട് കിട്ടിയ ആളുകൾ ഇതിൽ തന്നെ ഉണ്ട്. വിപ്ലാഷ്, പെടൽ പിടിച്ചു പോകുന്ന ഒരു അവസ്ഥക്ക് ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ റിസ്റ്റ് ബാൻഡ് കഴുത്തിൽ കിട്ടുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട 4 അസുഖങ്ങളായ BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് വരാതിരിക്കാൻ സഹായിക്കും. വന്ന ആളുകൾക്ക് ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ ആണെങ്കിൽ, നിങ്ങളുടെ ജീവിത രീതി പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4 മുതൽ 8 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ശരീരത്തിൽ നിന്ന് മാറ്റാനും ഡോക്ടർ ഗുളിക നിർത്തുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കും. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും മിറാക്കിൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം. എന്താണ് ഇതിന്റെ പിന്നിൽ? ഞാനിതിങ്ങനെ സ്പീഡ് പോകുന്നത് ഇതൊക്കെ നമുക്ക് എപ്പോഴും കേട്ടാണ്. മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഏറ്റവും -50 എത്തുന്ന സമയത്ത്, മൈനസിലാണെന്ന് പറയാം, -മില്ലി വോൾട്ടിലാണ് അതിന് കണക്കുണ്ടാവുക. -50 ആണെങ്കിൽ അവരുടെ സെല്ലിന്റെ pH എപ്പോഴും 7.88 ഒക്കെ ആയിരിക്കും. വളരെ റയറായ ആളുകളാണ് ഉണ്ടാവുക. ഏറ്റവും സ്വാത്വികമായി ജീവിക്കുന്ന സ്പിരിച്വൽ ലീഡേഴ്സ് ഒക്കെ ഒരു പരിധി വരെ ആ ലെവലിലാണ്. അതീന്ദ്രിയ ശക്തികളുള്ള ആളുകളൊക്കെ ആ ലെവലിലായിരിക്കും അവരുടെ സെൽ വോൾട്ടേജ്. പഠനങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. അപ്പൊ അവരുടെ പ്രശ്നം, അവരുടെ ഒരു നമ്മളെക്കാട്ട് അവരുടെ ഗുണം എന്ന് വെച്ചാല്, അവര് 100-150 വർഷമൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെയാണ്. അവർ എപ്പോഴും സെല്ലുകൾ പുതിയത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സെല്ലുകൾ എപ്പോഴും pH 7.88 ഉള്ള സെല്ലുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് എക്സ്റ്റേണൽ ഒരു കാര്യം, അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ ആവശ്യം വരില്ല. അവരുടെ ബോഡി തന്നെ ഹീൽ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് മനുഷ്യന്റെ, ഇത് നിങ്ങൾ പഠിക്കാനല്ല, ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല, അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ജീവിത രീതി കൊണ്ട്, ഭക്ഷണക്രമങ്ങൾ കൊണ്ട്, വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുമ്പോ നോർമൽ ഒരു കിഡിന്റെ സെൽ വോൾട്ടേജ് -35, -30 ആയിരിക്കും. അതുകൊണ്ടാണ് അവരെപ്പോഴും എനർജറ്റിക് ആയി നിൽക്കുന്നത്. ക്ലിയർ ആയി? അവരെപ്പോഴും തുള്ളിച്ചാടി കളിക്കുന്നത്. അവരുടെ സെൽ വോൾട്ടേജ് ഒരു -35, അവരുടെ സെല്ലിന്റെ pH 7.61 ഒക്കെ ഉണ്ടാവും. എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും കുട്ടികൾ. അത് നമ്മൾ പ്രായപൂർത്തിയായി 18 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു നോർമൽ അഡൽട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ആവറേജ് ഒരു സെല്ലിന്റെ pH 7.44 അല്ലെങ്കിൽ 7.4 എത്തുന്നു. നമ്മൾ ഹെൽത്തി ആയിരിക്കും. നമ്മുടെ സെൽ വോൾട്ടേജ് അപ്പോൾ -25 ഒക്കെ ആയിരിക്കും. അത് കുറഞ്ഞു വരുമ്പോ നമ്മുടെ എന്താ പറയാ, സിഗരറ്റ് വലിക്കുന്നു, മറ്റുള്ള ആൽക്കഹോൾ ഉപയോഗിക്കുന്നു, ലൈഫ് സ്റ്റൈൽ മാറുന്നു, രാത്രി ഉറങ്ങുന്നില്ല, ഫുഡ് റിവേഴ്സ് ആയിട്ട് കഴിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ സെൽ വോൾട്ടേജ് എന്ത് ചെയ്യും, -15 എത്തുന്ന സമയത്ത് ക്ഷീണം വരും. അത് പിന്നീട് -10ലേക്കും -5ലേക്ക് എത്തുന്ന സമയത്ത് രോഗികളായി മാറും. പലതരത്തിലുള്ള രോഗങ്ങൾ വരും. അതിന്റെ പൊളാരിറ്റി മാറും. ഈ നെഗറ്റീവ് വീണ്ടും എന്ത് ചെയ്യും, പോസിറ്റീവിലേക്ക് പോകുന്ന സമയത്ത് -10, -20 ഒക്കെ ആകുന്ന സമയത്ത് നമ്മുടെ സെല്ലിന്റെ pH എപ്പോഴും 6.65 ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്യാൻസറിനോട് അടുത്തോണ്ടിരിക്കും. അങ്ങനെ മൈനസ് നിന്ന് മാറി പൊളാരിറ്റി മാറി +30 എത്തുന്ന സമയത്ത് നമ്മുടെ സെല്ലിന്റെ pH 6.48 പോകുമ്പോൾ നമുക്ക് ക്യാൻസർ വരും. ഇതാണ് ബോഡിയിൽ നടക്കുന്ന. നോബൽ സമ്മാനം കിട്ടിയ ഒരു പഠനം ഉണ്ടായിരുന്നു.
എൻട്രി കൊണ്ടിരിച്ചാൻ തോന്നുന്നു. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, എനിക്ക് ഡൗട്ടാണ്. നമ്മളുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും നമ്മുടെ ബോഡി അസിഡിക് ആകുന്ന സമയത്താണ് നമുക്ക് ക്യാൻസർ വരിക. അപ്പൊ അതിനെ റിവേഴ്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ് മാഗ്നറ്റിക് തെറാപ്പിയും അൾട്രാപറിയും മോർപ്പവറും. അപ്പൊ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ വളരെ വ്യക്തമായ ഒരു പഠനം ഡോക്ടർ ജെറി ടാൻഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വി മെയിൻറ്റെയിൻ അവർ ഹെൽത്ത് ആൻഡ് ഹീൽ പ്രൈമർലി ബൈ മേക്കിംഗ് ന്യൂ സെൽസ്. പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, എപ്പോഴും എനർജറ്റിക് ആയിരിക്കും, ഓക്സിജനേറ്റഡ് സെല്ലുകളായിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. ടു മേക്ക് എ ന്യൂ സെൽ റിക്വയർസ് എ വോൾട്ടേജ് ഓഫ് -50 MV. -50 വോൾട്ടേജിലാണ് സെല്ലുകൾ എന്ത് ചെയ്യുന്നത്, പുതിയത് വരുന്നുണ്ടാവുക. യു ഡോണ്ട് നീഡ് ഡ്രഗ്സ് ടു ഹീൽ. നമുക്ക് എന്ത് ഉണ്ടാവില്ല, മരുന്നിന്റെ ആവശ്യം വരില്ല. നമ്മുടെ ബോഡി തന്നെ എന്ത് ചെയ്യും, ഹീൽ ചെയ്തുകൊണ്ടിരിക്കും. മാഗ്നറ്റിക് തെറാപ്പി, നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ നിങ്ങളുടെ സെല്ലുകൾ ഓരോ 4 മാസം കഴിഞ്ഞ് മരിച്ച് ജീവിക്കുന്ന സെല്ലുകൾ ഓരോ സെക്കൻഡിലും കോശങ്ങൾ മരിച്ച് ജീവിക്കുന്നുണ്ട്. ഇതിൽ മെഡിക്കൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. 100 ദിവസം ഇന്ന് മുതൽ 100 ദിവസം കഴിയുമ്പല്ല, ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യുന്നുണ്ട്, കോശങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ മാറി വരുന്ന കോശങ്ങൾ ഓരോ സൈക്കിൾ കഴിയും തോറും നമ്മുടെ കോശങ്ങളൊക്കെ നല്ല ഫ്രഷ് ഓക്സിജനേറ്റഡ് ന്യൂട്രീഷൻ ഫുഡ് കഴിച്ച കോശങ്ങളായി മാറുമ്പോൾ നമ്മുടെ സെൽ വോൾട്ടേജ് എന്ത് ചെയ്യും, -50 എത്തിയില്ലെങ്കിലും -30 എങ്കിലും എത്തുമ്പോൾ 65 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരനായ ആളുകളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് 67 വയസ്സുള്ള ആള് രാവിലെ ഓടുന്നു ഇപ്പോ. ഓക്കെ, വാട്ട് ഈസ് മാഗ്നറ്റ്? മാഗ്നറ്റ് എന്താണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ഒരു ഡോക്ടർക്ക് പോലും ഇതറിയില്ല. ഇത് ഞാൻ എന്റേതായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ എടുത്തിട്ടതല്ല. കമ്പനി നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സ്നേഹ് ദേശായി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രെയിനർ സ്ക്രീനിൽ ഇട്ടിട്ട് ആയിരക്കണക്കിന് ഡോക്ടർമാർക്ക് കൊടുത്ത ട്രെയിനിങ് പ്രോഗ്രാമിലുള്ള ഒരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും സംസാരിക്കാം. നിങ്ങൾ യൂട്യൂബ് എടുത്താൽ കിട്ടും. വാട്ട് ഈസ് മാഗ്നറ്റ്? ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഒരു പ്രതിഭാസം. അതിന് പേരെങ്ങനെയാ വന്നതെന്ന് വെച്ചാല്, ഒരു ഗ്രീക്ക് ഷെപ്പേർഡ്, ഒരു ആട്ടിടയൻ ഒരു കമ്പി കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു കല്ല് തട്ടിയപ്പോ കമ്പി അവിടെ പിടിച്ചുപോയി. അപ്പൊ ആ ആട്ടിടയന്റെ പേര് മാഗ്നസ് എന്നായിരുന്നു. അതുകൊണ്ട് ഇതിനെ മാഗ്നറ്റ് എന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പൊ അടുത്തത് രണ്ടാമത്തെ ക്ലെയിം എന്ന് പറയുന്നത്, ഏൻഷ്യന്റ് പാർട്ട് ഓഫ് യൂറോപ്പില് മഗ്നീഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് മാഗ്നറ്റ് കണ്ടുപിടിച്ചത് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ പേര്. ഈ രണ്ട് ചർച്ചകളാണ് ലോകത്തിലുള്ളത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ വനിത ഒരു സുന്ദരി എന്ന് പറയുന്ന ക്ലിയോപാട്ര, അവരുടെ ഫോർഹെഡിൽ എന്ത് ചെയ്യുന്നത്, എപ്പോഴും മാഗ്നറ്റ് ഓർണമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുട്ടി ധരിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ സ്കിന്ന് എപ്പോഴും നല്ല ഭംഗിയുള്ളതായിരുന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതപ്പെട്ട ഒരു ചരിത്രമാണ്. ഓൾഡർ ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, people believed that magnet have some unknown secret invisible express. എന്ന് വെച്ചാല് ജീവനുള്ള ഒരു വസ്തുവായിട്ടായിരുന്നു പുരാതന കാലത്ത് ആളുകൾ മാഗ്നറ്റ് കണ്ടിരുന്നത്. കാരണം അത് ഇളകുന്നു, നീങ്ങുന്നു എന്നുള്ളത് അവര് അങ്ങനെയായിരുന്നു അതിനെ കണ്ടിരുന്നത്. അത് പിന്നീട് 15ാം സെഞ്ചുറിയിൽ എന്ത് ചെയ്തു, ജനറലി പീപ്പിൾ നോ ദ മാഗ്നറ്റ് ഹാവ് 2 പോൾ. 2 പോൾ ഉണ്ടെന്നും, ഒന്ന് നോർത്ത് ഒന്ന് സൗത്ത് പോൾ ഉണ്ടെന്നും 15ാം സെഞ്ചുറിയിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. 16ാം നൂറ്റാണ്ടില് സ്വിസ് സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റിന് ഹീലിംഗ് പവർ ഉണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാരാസെലസ് ആണെന്ന് തോന്നുന്നു, അത് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ഡോക്ടർ വില്യം ഗിൽബർട്ട് സ്റ്റാർട്ടഡ് ദി സയൻസ് എന്നാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് സ്റ്റഡീസ് ഇൻ മാഗ്നറ്റ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പോവാ. മാഗ്നറ്റ് തെറാപ്പി പ്രാക്ടീസ്ഡ് ആഫ്റ്റർ എക്സ്പ്ലോറേഷൻ ഓഫ് മാഗ്നറ്റിക് പവർ ബൈ ദ ഫാദർ ഓഫ് ഹോമിയോപ്പതി ഡോക്ടർ സാമുവൽ ഹനുമാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു തീസിസ് അല്ലെങ്കിൽ അതിന്റെ പ്രബന്ധത്തിൽ ഓർഗാനൺ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ മെറ്റീരിയ മെഡിക്ക പുര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം ഏകദേശം 48 മുതൽ 58 വരെ പേജുകളിൽ ആനിമൽ മാഗ്നറ്റിസം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അത് രാജു ഡോക്ടർക്ക് നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. 2 തരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട്, ബയോ മാഗ്നറ്റും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാഗ്നറ്റും. ബയോ മാഗ്നറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാവുന്നതാണ്. രാവിലെ എല്ലാ ദിവസവും നമ്മൾ സൂമിലിടുന്ന വീഡിയോസിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അതിന്റെ ഔട്ടർ കോറിൽ, ഈ കാണുന്ന ഔട്ടർ കോറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2890 മുതൽ 5150 കിലോമീറ്റർ താഴെ നിക്കൽ അയൺ ഒരു സീ ഉണ്ടെന്നാണ്. അതിങ്ങനെ ചുട്ടുപഴുത്തുകൊണ്ടിരിക്കും. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു റൊട്ടേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പം ദൈവം അത്രയും ഇതിന്റെ എഞ്ചിനീയറെയാണ് നമ്മൾ നമിക്കേണ്ടത്. അതിനാണ് എല്ലാ രാവിലെ സൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. ഇതിന്റെ മെക്കാനിസം
ഇത് എവിടെയെങ്കിലും ഒരു കരട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ജീവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. NASA uses the neodymium magnet to help maintain the muscular tone of astronauts during space flights. Neodymium magnet are also used in other aerospace applications, including താഴെ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമില്ലാത്ത മേഖലയിലാണ്. എന്ന് വെച്ചാൽ ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ എന്നൊക്കെ പറയുന്നത് സ്പേസിലേക്ക് പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അതൊരു MRI മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട്, സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോണിന്റെ ഇയർഫോണിലും മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നുണ്ട്. കുറെ പർപ്പസുകൾ ഇതിനുണ്ട്. നമ്മുടെ വാനിറ്റി വേഗിന്റെ ഒക്കെ സിബിൽ വരുന്നതൊക്കെ ഇപ്പം നിയോഡിയം മാഗ്നറ്റ് ആണ്. ആലപ്പുഴയിൽ നിന്നും ഖനനം ചെയ്യാൻ പോകുന്നത് നിയോഡിയം മാഗ്നറ്റ് ആണ്. ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. എന്താണ് മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്, എന്താണ് ബയോ മാഗ്നറ്റിസം, ഇത് വിക്കിപീഡിയയിലുള്ള കാര്യങ്ങളാണ്. എല്ലാ ജീവിക്കുന്ന മനുഷ്യനിലും ജീവികളിലും ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. ദൈവം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലും ഹൃദയത്തിലൊക്കെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇട്ടുകൊണ്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്നുള്ള പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തലച്ചോറിലെ മാഗ്നറ്റിക് എനർജിയെ കുറിച്ച് പഠിക്കുന്ന മാഗ്നറ്റിക് എൻസിഫലോഗ്രാമും ഹൃദയത്തിന്റെ കാന്തിക ക്ഷേത്രത്തെ കുറിച്ച് പഠിക്കുന്ന മാഗ്നറ്റിക് കാർഡിയോഗ്രാമും ഇപ്പോൾ വളരെ സജീവമാണ്. അതിന്റെ ഡയഗ്നോസ് ചെയ്യുന്ന മെഷീൻ ചൈനയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നിർമ്മിച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലോകത്തെമ്പാടും 2 വർഷത്തിൽ ഒരു പ്രാവശ്യം മാഗ്നറ്റിക് ബയോമാക് സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ അതിപ്രശസ്തരായ സയന്റിസ്റ്റുകളും മാഗ്നറ്റിക് തെറാപ്പിസ്റ്റുകളും സെമിനാറുകൾ വെക്കാറുണ്ട്. ഇപ്പൊ ഓരോ വർഷത്തിലേക്ക് അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഡോക്ടർ ഗാർസിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് കിട്ടും, അതിന്റെ ചാനൽ കിട്ടും. അവരുടെ നടക്കുന്ന ഓരോരോ പുതിയ പുതിയ പരീക്ഷണങ്ങളും കിട്ടും. നമ്മുടെ അലോപ്പതി മെഡിസിന്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ നമ്മുടെ അലിഷ മൂപ്പൻ എന്ന് പറയുന്ന പ്രവാസി ഭൂഷൺ അവാർഡ് ജേതാവ് ദ പവർ ഓഫ് പൾസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി എന്ന് വെച്ചാൽ അവര് യൂസ് ചെയ്യുന്നത് നമ്മുടെ ജപ്പാനെ കൊറിയന്റെ ഒക്കെ മെഷീൻ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമെന്ന് ഇനി വരുന്ന ട്രീറ്റ്മെന്റിൽ ഇതൊരു വലിയ തരംഗമാകുമെന്നും അവരവരുടേതായ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത് നിയോഡിയം എന്ന് പറയുന്ന ബയോമാഗ്നറ്റ് ആണ്. ഇത് അതിനേക്കാൾ പവർഫുൾ ആണ്, അതിനേക്കാൾ ഹെൽപ്ഫുൾ ആണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ആർജവം ഉണ്ടായിരിക്കണം. പഠിക്കാനുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ ഡിപ്ലോമ കോഴ്സുകൾ, മാസ്റ്റർ ഡിപ്ലോമ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. പ്രഗ്യാൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി കോഴ്സ് ഉണ്ട്. ഇന്ത്യക്ക് പുറത്ത് PhD എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ ചൈനീസ്, ഈജിപ്ത്, അതുപോലെ തന്നെ കാൽഡീൻസ്, അറേബ്യൻസ്, ഗ്രീക്സ്, റോമൻസ്, ഇന്ത്യൻസ് ഇവരൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി എന്തിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റ് സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയോപാട്ര ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ബോസ്റ്റണിലാണ് 1976 ബയോമാഗ്നറ്റിക്സിന്റെ സെമിനാറിലെ കോൺഫറൻസ് ആദ്യമായി നടക്കുന്നത്, ഇന്റർനാഷണൽ കോൺഫറൻസ് 1976. ഈ 76 തന്നെ ഇന്ത്യയിൽ നമുക്ക് ബയോമാഗ്നറ്റിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് തെറാപ്പിക് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ രണ്ടും നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. ഇന്ത്യയിൽ അത്രയും അതിനെ പിന്നീട് മാറ്റി വെക്കപ്പെട്ടതാണ്. A body that lacks of magnetism may cause many diseases. മാഗ്നറ്റിസം ഇല്ലാത്ത ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരും. ആ അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടി എന്ത് ചെയ്യും, മാഗ്നറ്റിക് എനർജി കൊണ്ട് സാധിക്കും. സിമ്പിൾ ആണ് ഇത്. അരിസ്റ്റോട്ടിൽ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നതാണ്. BC 350 മാഗ്നറ്റിനെ കുറിച്ച് ഇന്ത്യയിലും പേർഷ്യയിലും എഴുതി വെച്ചിട്ടുണ്ട്. 200 BC ചൈനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് സ്റ്റോണുകൾ കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 16ാം സെഞ്ചുറി ഞാൻ നേരത്തെ പറഞ്ഞ സർ വില്യം ഗിൽബർട്ട് എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്തിന്റെ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേഷ്യൻസിന് ഈ സ്റ്റോണുകൾ ഉപയോഗിച്ച് മാഗ്നറ്റിക് തെറാപ്പി നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഗ്രീക്കിലും റോമിലും ഒക്കെ എന്തുണ്ടായിരുന്നു, മാഗ്നറ്റിസം എന്ത് ചെയ്തിരുന്നു, പിന്നീട് പഠനത്തിന് വിധേയമാകുകയും അവരുടെ ഇതിന്റെ നമ്മുടെ ശില്പങ്ങൾ, വീടുകൾ എടുക്കുന്ന വലിയ വലിയ ബിൽഡിംഗ് എടുക്കുന്ന സമയത്തൊക്കെ അവര് അതിനും ഇത് ഉപയോഗിച്ചിരുന്നു. നിക്കോള ടെസ്ല നമുക്കറിയാവുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം എന്ത് ചെയ്തു, നിക്കോള ടെസ്ല വാസ് എ സെർബിയൻ അമേരിക്കൻ ഇൻവെന്റർ ആൻഡ് റിസർച്ചർ ഹു ഡിസ്കവേർഡ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളെ ഈ കറങ്ങുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, അതിന്റെ അളവ് അതിന്റെ കറണ്ട്, ആൾട്ടർനേറ്റീവ് കറണ്ട് മെഷീനറി അത് കണ്ടുപിടിക്കുകയും അതിനെന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആദരസൂചകമായി ഈ മാഗ്നറ്റിക് ഫീൽഡിന് ടെസ്ല എന്ന് എന്ത് ചെയ്തു, നാമം കൊടുത്തു. നമ്മൾ ഗോസ് പവർ എന്ന് പറയുന്നത് ആദ്യമുള്ളത്, പിന്നീട് അതിനെ ടെസ്ലയിലാണ് ഇപ്പൊ ഇതിന് ഇന്റർനാഷണൽ ലെവലിൽ ഇതിന്റെ അളവ് തൂക്കം പറയുന്നത്. ലിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ എത്ര ടെസ്ല, എത്ര ഗോസ് പവർ എന്ന് പറയുന്ന പോലെ 10,000 ഗോസ് പവർ ആണ് ഒരു ടെസ്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. ഇതും പഠിക്കണ്ട, ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. ഒരു
ഒരു ഗോസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറയുന്ന മാഗ്നറ്റിന്റെ എനർജിയാണ്. 10,000 ഗോസ് പവർ ആകുമ്പോൾ ഒരു ടെസ്ലയാവും. അപ്പൊ ഇപ്പൊ നിലവിൽ ഇന്റർനാഷണലിൽ അളക്കുന്നത് ഒരു എന്താ പറയാ 1 ടെസ്ല 0.5 ടെസ്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ടോപ്പിക്കാണ്, കൺഫ്യൂഷൻ ആവാൻ പോണ്ട. ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. അത് അക്യുപ്രഷർ തെറാപ്പിയിൽ ഏകദേശം 4000 കൊല്ലം മുന്നേ ചൈനക്കാർ യൂസ് ചെയ്തിരുന്ന ടെക്നിക്കാണ് മാഗ്നറ്റിക് തെറാപ്പി. അതുകൊണ്ടാണ് നമ്മുടെ ഷൂ ഒക്കെ സയന്റിഫിക് ഷൂ ഇറക്കാനുള്ള കാരണം. അക്യുപ്രഷർ പോയിന്റിൽ ഡയറക്റ്റ് എപ്പോഴും മാഗ്നറ്റിസം കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിനെ വരെ എന്ത് ചെയ്യാൻ പറ്റും, ആരോഗ്യത്തോടെ നിൽക്കാൻ പറ്റും. നമ്മുടെ നടത്തത്തിനൊക്കെ വേഗത കൂടും, ചലനശേഷി കൂടാനൊക്കെ സഹായിക്കും. ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്തോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. വേദങ്ങളിൽ അഥവാ വേദങ്ങളിൽ മാഗ്നറ്റിസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് പീരീഡ് സമയത്തുള്ള വേദന മാറ്റാനും അവരുടെ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് അവർക്ക് അതിനെ കുറക്കാനൊക്കെ മണ്ണ് കൊണ്ടും മണല് കൊണ്ടൊക്കെ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നു. ഇതിനെയൊക്കെ ഇന്ത്യക്കാർ ഇതിനെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ജർമ്മനിയിലെ മാക്സിമോൾ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെയൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തോ. ഗ്രീക്കില് നേരത്തെ ഞാൻ പറഞ്ഞ അരിസ്റ്റോട്ടിൽ, അതേപോലെ തന്നെ ഹോമർ, പ്ലോട്ടോ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ എന്താ പറയാ, ഈ ഓരോരോ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റും. ദ ഫേമസ് സ്വിസ് ആൽക്കെമിസ്റ്റ്, ഫിസിഷ്യൻ ആൻഡ് മിസ്റ്റിക് പരാസലസ്, ചന്ദ്രമാഷ് എപ്പോഴും പറയുന്ന ഒരു പേരാണ് പരാസലസ്. AD 1593 മുതൽ 1544 ജീവിച്ച മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ മാഗ്നറ്റ് ഈസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഇസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടും അപ്പുറത്തുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതെന്ത് ചെയ്യും വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരുമ്പുമായിട്ട് ആകർഷിക്കാൻ പറ്റും എന്ന് ആദ്യമായിട്ട് പറയുന്നത് പരാസലസ് ആണ്. പിന്നീട് ഡോക്ടർ വില്യം ഗിൽബർട്ട് എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലുള്ള വില്യം ഗിൽബർട്ട് എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി പഠിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ദ ഡി മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് AD 1600 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗലീലിയോ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡി മാഗ്നറ്റ് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് ഇറ്റലിയിൽ ആ ബുക്ക് എഴുതിയ ആളെ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ലോകത്തിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ജനിക്കണമെന്ന് നമ്മുടെ പേരൻസ് ആഗ്രഹിക്കുന്നതിനേക്ക് മുന്നേ നടന്ന പഠനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. Several other scientists made further experiment and gave their experience to the world. In the middle of 19th നൂറ്റാണ്ടിൽ മൈക്കൽ ഫാരഡെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചോ. മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് എർത്ത് മാഗ്നറ്റിക് എഫക്ട് ചെയ്യുന്നതിനെ പറ്റി പഠനങ്ങൾ നടന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. മനുഷ്യന്റെ ശരീരത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മുറിക്കാൻ പറ്റും. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്, സൈഡ്, തലക്ക് അരക്ക് മുകളിലുള്ള ഭാഗം, അരക്ക് താഴെയുള്ള ഭാഗം അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പർ ഹാഫ് എന്ത് ചെയ്യും, നോർത്ത് ആണ്, അരക്ക് താഴോട്ട് സൗത്ത് ആണ്. ഫ്രണ്ട് സൈഡ് കൺസിഡേർഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നോർത്ത് ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൗത്ത് ആണ്. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നോർത്തും സൗത്തുമായി എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടായിരുന്നു സ്റ്റോണുകൾ വെച്ചിട്ട് അവർ ട്രീറ്റ്മെന്റ് നടത്തിയത്. നമ്മുടെ MD ബയോമാഗ്നറ്റിസത്തിലും MD എന്താ പറയാ PhD എടുത്തത് കൊണ്ട് ഇതിനെ എന്ത് ചെയ്തു, വളരെ ഭംഗിയായി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നാനോ ടെക്നോളജി മാറ്റിയപ്പോ നോർത്തും സൗത്തും നമുക്ക് ആവശ്യമില്ല. ഒരു ടോട്ടൽ എന്ത് ചെയ്യും, ഹീലിംഗ് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടി മാഗ്നറ്റിക് എനർജി കിട്ടുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റി എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരുപാട് റിസൾട്ടുകൾ എഴുതപ്പെട്ട ബുക്കുകളുണ്ട്. ചില ബുക്കുകളിൽ എടുത്ത കട്ടിങ്സ് ആണ് ഇത്. റഷ്യയിൽ നടന്ന, USA നടന്ന, വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിലും ഇലിനോയ്സ് യൂണിവേഴ്സിറ്റിയിലും നടന്ന പഠനങ്ങളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ റിസൾട്ട് ഓഫ് എക്സ്പെരിമെന്റ്സ് ഇൻ റഷ്യ, ജപ്പാനിലുള്ള റിസൾട്ടുകൾ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾ. അതേപോലെ തന്നെ എഫക്ട് ഓൺ മാഗ്നറ്റിസം ഓൺ പ്ലാന്റ് 1862 ലൂയി പാസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ലൂയി പാസ്റ്റർ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല, പേപ്പട്ടി വിഷബാധ വാക്സിൻ കണ്ടുപിടിച്ച ആള്. ആ വലത് ഭാഗത്ത് കാണുന്നത് ഇതിന്റെ ഓസ്ട്രേലിയൻ കെമിസ്റ്റിന്റെ പഠനങ്ങളാണ്. എലികളിൽ നടത്തിയ പഠനങ്ങളാണ് ഇത്. എലികൾ അധികകാലം ജീവിച്ചു, 6 മുതൽ 8 മാസം പ്രായം വരെ ജീവിച്ചിരുന്നു എന്നുള്ളതും അതിനെങ്ങനെയാണ് അവർ ട്രീറ്റ്മെന്റ് നടത്തുന്നുള്ളതൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ. സംസാരിച്ചു പോവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ക്ലിനിക്കൽ റിപ്പോർട്ട് ഫ്രം ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിലാണ് നമ്മൾ എക്സ്പോർട്ടല്ലേ ചെയ്തത് ഈ പ്രൊഡക്റ്റ്. അവിടെ അവർക്ക്
ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതിശയോക്തിയൊന്നുമില്ല. ഇവിടെ നിങ്ങൾ പറയുന്ന സമയത്ത് ഡോക്ടർ പോലും വിശ്വസിക്കില്ല. അതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മെസ്മറിസം എന്ത് ചെയ്യുന്നുണ്ട്, ആനിമൽ മെസ്മറിസം എന്ന് പറഞ്ഞ ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് മെസ്മർ ആണ് എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് അല്ലെ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ജപ്പാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, ഓരോ ആളുകൾക്കും ട്രീറ്റ്മെന്റ് നടത്ത റിപ്പോർട്ടുകൾ, അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകുന്നത് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. മാഗ്നറ്റിസം ട്രൂ സയൻസ് ആണ് ഡോക്ടർ ഹോവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ഡോക്ടേഴ്സിന്റെയും അഭിപ്രായങ്ങൾ, ഓരോ രാജ്യങ്ങളിലെ ഡോക്ടേഴ്സിന്റെ അഭിപ്രായങ്ങളാണ്. അവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ അവിടുത്തെ ടോപ്പ് 25 ഡോക്ടേഴ്സിൽ വരുന്ന ആളുകളൊക്കെയാണ് പലരും. 1954 മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് ബ്ലഡിലെ RBCയിലുള്ള അയൺ കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നത്, ഓക്സിജനെ ക്യാരി ചെയ്യുന്നതിനുള്ള പഠനത്തിന് അമേരിക്കൻ സയന്റിസ്റ്റിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, ലീനസ് കാൾ പോളിങ്ങിന്. അതേപോലെ തന്നെ അതിസൂക്ഷ്മ രക്തക്കുഴലുകളിലുള്ള ബ്ലഡിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പഠനത്തിന് ഏകദേശം 8,75,000 പൗണ്ടാണ് എന്ത് ചെയ്തത്, വെസ്റ്റ് വെർജീനിയയിൽ എന്ത് ചെയ്തത്, സ്പെൻഡ് ചെയ്തത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, നാഷണൽ സെന്റർ ഫോർ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന സ്ഥാപനം സ്പെൻഡ് ചെയ്തത്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പലർക്കും ഡയബറ്റിക് ന്യൂറോപ്പതിയൊക്കെ വന്ന്, റെറ്റിനോപ്പതിയൊക്കെ വന്ന് കാഴ്ചശക്തി മങ്ങിയ ആളുകൾ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നത് കണ്ണുകളിലേക്കുള്ള അതിസൂക്ഷ്മ രക്തക്കുഴലിലേക്കുള്ള അതിന്റെ ബ്ലഡിന്റെ ഫ്ലോ കറക്റ്റ് ആകുമ്പോഴാണ് അല്ലെ. അത് അങ്ങനെ നടക്കും എന്നുള്ള പഠനങ്ങൾ ലോകത്തിലുണ്ട്. ഏതെങ്കിലും ഒരു അന്താസിൽ പറയുന്നല്ല നമ്മൾ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇത് മൈക്രോസ്കോപ്പിൽ എടുത്ത റിപ്പോർട്ട്. സാധാരണഗതിയിൽ നമ്മുടെ ബ്ലഡ് ഇടത് ഭാഗത്ത് കാണുന്ന പോലെ കൂടിച്ചേർന്നിട്ടുണ്ടാവുക. ഒരു റിസ്റ്റ് ബാൻഡ് കെട്ടുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ വലതു ഭാഗത്ത് കാണുന്ന പോലെ ഇങ്ങനെ എന്താ പറയാ അടിഞ്ഞുകൂടിയിരിക്കുന്ന സെല്ലുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്ന് പൊട്ടിച്ച് ക്ലസ്റ്റർ പൊട്ടിച്ച് വെള്ളത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ ബ്ലഡിൽ സംഭവിക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള സാധ്യതയെ കുറക്കും. നിങ്ങൾ ഒരാളെടുത്തും പോയിട്ട് ബ്ലഡ് ക്ലോട്ടാവില്ല എന്ന് പറഞ്ഞ് കൊടുക്കരുത്. ഓൾറെഡി ക്ലോട്ടായ മനുഷ്യനാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പലർക്കും സ്ട്രോക്കും അറ്റാക്കും ഒക്കെ വരുന്നത്. നിങ്ങൾ അതിന്റെ സാധ്യത കുറക്കും എന്ന് പറയാം. മേ ബി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതിന് പകരം അദ്ദേഹം ചിലപ്പോൾ സ്ട്രോക്ക് വന്ന് രക്ഷപ്പെടുമായിരിക്കും. ജപ്പാനീസിന്റെ 10,000-ഓളം പേഷ്യന്റില് അവിടെയുള്ള കോയിച്ചി നക്കാവാക എന്ന് പറയുന്ന ഇസൂസു ഹോസ്പിറ്റൽ ടോക്കിയോയിലുള്ള പ്രൊഫസർ അദ്ദേഹം പഠനം നടത്തിയിരുന്നു. അതില് സ്റ്റിഫ്നെസ്, ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, നെക്ക് പെയിന്, ചെസ്റ്റ് പെയിന്, മൈഗ്രെയിന്, ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇൻസോംനിയ, അതേപോലെ ക്ഷീണം, ഇതൊക്കെ മാറ്റിയെടുക്കാൻ മാഗ്നറ്റിസം സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജപ്പാൻ തന്നെയാണ് പഠനം നടന്നത്. ടോട്ടൽ ലോകത്തില് 500 കൊല്ലമായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട 50% മാത്രമേ മാഗ്നറ്റിസം കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ MD എപ്പോഴും എടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കിട്ടതിന്റെ 4 ഗുണ ജാത എന്ന് അദ്ദേഹം എപ്പോഴും പറയാം. 4 ഇരട്ടിയാണ് നമ്മുടെ പുറത്തു നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഏതാണ് ബെറ്റർ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ജപ്പാനിൽ നടന്ന പഠനങ്ങളാണ്. 90% ക്യൂർ ആയിട്ടുണ്ടായിരുന്നു. 80ഓളം ആളുകൾക്ക് ലംബാർ സ്പൈനിലെ വേദനക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോ 2003-2006 ഡോക്ടർ HC പെൻഡ്ര ഡോറിംഗ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ അതിപ്രശസ്തയായ മാഗ്നറ്റിക് തെറാപ്പിസ്റ്റും ഡോക്ടറുമായ ആള് 5000-ഓളം ആളുകളിൽ മൈഗ്രെയിനും ഇൻസോംനിയ ഉറക്കമില്ലാത്ത അവസ്ഥക്കും ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നു. 2004 ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ 194 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പേഷ്യന്റിന് വേദനക്ക് ആശ്വാസം കിട്ടിയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ യൂസ് ചെയ്ത മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് മാത്രമാണ്. 2008 മലേറിയ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ബോഡി പെയിൻ മാറ്റിയെടുക്കാൻ മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് സാധിച്ചിരുന്നു. 2009 അതിന്റെ താഴെ കാണുന്ന റിപ്പോർട്ടുകൾ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ 29 പേഷ്യൻസിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് ദ നീ, മുട്ടിന് വരുന്ന വാദത്തിന്റെ വേദനയെ മാറ്റിയെടുക്കാൻ എന്തിട്ടുണ്ടായിരുന്നു, ഈ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിച്ചിരുന്നു. അന്നൊരു വാദം ഉണ്ടായിരുന്നു, പണ്ടാരോ ചോദിച്ചതുപോലെ ഇത് പ്ലാസിബോ എഫക്റ്റ് ആണ്, മനസ്സിന് തോന്നുന്നതാണ് എന്നുള്ളതിനെ ഒളിച്ചടക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ കാണുന്ന 4 റിപ്പോർട്ടുകൾ. ഇത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടുകളാണ്. ബയോട്ടോറിയം വന്നത് കൊണ്ട് പിന്നെ അതിൽ പ്രസക്തിയില്ല ആ വാദത്തിന്. കാരണം ഇപ്പൊ 40-50 ലക്ഷം ആളുകൾക്ക് 40-50 ലക്ഷം റിസൾട്ടാണ് കിട്ടിയത്. പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും, വേദന മാറും എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു റിസൾട്ട് അല്ല നമുക്ക് കിട്ടുന്നത്. 40 ലക്ഷം ആളുകൾക്ക് 40 ലക്ഷം റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ ട്രയലിനൊന്നും ആവശ്യമേ ഇനി ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ്. 1 മിനിറ്റ് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ അവരന്ന് ഉപയോഗിച്ചിരുന്നത് 1 ടെസ്ലയാണ്. എന്ന് വെച്ചാൽ 10,000 കോസ്പവറിന് താഴെയുള്ള മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് 1 മിനിറ്റ് നമ്മൾ റിസ്റ്റ് ബാൻഡ് കിട്ടുന്ന സമയത്ത് 20% മുതൽ 30% വരെ ബ്ലഡിന്റെ തിക്നെസ് കുറയാൻ സഹായിക്കുന്നു.
ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും സർവ്വസാധാരണമായിരിക്കും COVID-19 ശേഷമെന്നും അതിന്റെ കാരണം ബ്ലഡിന്റെ തിക്നെസ് കൂടുന്നതാണെന്നും അതിനെ നോർമലൈസ് ചെയ്യാൻ മാഗ്നറ്റിസം കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം രണ്ടാമത്തെ പ്രബന്ധം പബ്ലിഷ് ചെയ്തു. ഇതിനും വലിയൊരു തെളിവ് നമുക്ക് ഒരു ലോകത്തിന് മുന്നിൽ വെക്കാനില്ല. ഇത് അമേരിക്കയുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് മാഗ്നറ്റിക് തെറാപ്പി, അതിന് ശേഷം രോഗത്തിന്റെ പേര്, ക്യാൻസർ ആണ് ക്യാൻസർ, അങ്ങനെയല്ല ടൂത്ത് പെയിൻ, അല്ലെങ്കിൽ ബോൺ ഇഞ്ചുറി, അതല്ലെങ്കിൽ ഹെഡേക്ക്, ബോഡി പെയിൻ, എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ക്ലിനിക്കൽ ട്രയലുകൾ ഈ വെബ്സൈറ്റിൽ കിട്ടും. അത് ഏതൊരു ഡോക്ടറും നിങ്ങൾക്ക് ഇത് സംസാരിക്കാൻ പറ്റും. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, ഈ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ബ്രോഷറിൽ കമ്പനി റെഫറൻസ് ആയി വെച്ചിരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ അടുത്ത ഭാഗത്ത്? ആധികാരികമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻ അവിടെ കിട്ടും. ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ ഹാർട്ട്, മാഗ്നറ്റോ കാർഡിയോഗ്രാം MCG എന്ന് പറയും. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ ബ്രെയിൻ ആണ് മാഗ്നറ്റോ എൻസിഫലോഗ്രാം MEG എന്ന് പറയും. ഇനി അങ്ങോട്ട് വരുന്ന ഒരു ഇന്ത്യയിലൊന്നും ഇത് വരില്ല മിക്കവാറും. അസുഖങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാനും മാറ്റിയെടുക്കാനൊക്കെ ഇപ്പോൾ എന്തുണ്ട്, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്തുണ്ട്, മാഗ്നറ്റിക് ഹൈപ്പർ തെർമിയ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ലോകത്തിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. റേഡിയേഷന് പകരം ക്യാൻസർ ഉള്ള ഭാഗത്ത് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെല്ലുകളെ വലിച്ചെടുക്കാൻ വേണ്ടി മാഗ്നറ്റിക് പാർട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ഇഞ്ചക്ട് ചെയ്യാനും അത് അങ്ങനെ കൊടുക്കാനും സാധിക്കുന്നതായിട്ട് എന്തുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. റഷ്യയിലാണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നു. അത് എലികളിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യരിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ മലേഷ്യയിലാണ് ബയോമാഗ്നറ്റിക് പെയർ തെറാപ്പി. അവിടെ ബയോമാഗ്നറ്റിക് പെയർ തെറാപ്പി എന്ന് പറയുന്ന BPT എന്നാ പറയാ. അതിൽ ഒരുപാട് തെറാപ്പിസ്റ്റുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായി മെക്സിക്കോ, ഇക്വഡോർ, സ്പെയിൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ 30,000-ലധികം പ്രാക്ടീഷണർമാരെ BPT പഠിപ്പിച്ചു. നിലവിൽ മെക്സിക്കോ, ഇക്വഡോർ, ചിലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ വിഷയമാണ് ബയോമാഗ്നറ്റിക് പെയർ തെറാപ്പി. അപ്പം ഭാവിയിൽ ഇവിടെ നമ്മുടെ മക്കൾ ഇതൊക്കെ പഠിച്ച് ഇവിടെ ക്ലിനിക്കൊക്കെ ഇടാൻ പോകും. Biomagnetic healing in the therapy helps the body heals itself. Previously, it was used in ancient Egypt, rediscovered by NASA, and is now accessible to all. നാസയാണ് 1961 റീഡിസ്കവർ ചെയ്യുന്നത്. ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കി വെച്ചോ. ബയോമാഗ്നറ്റിസം, വാട്ട് ഈസ് ബയോമാഗ്നറ്റിസം, ഇതും നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കി വെച്ചോ. സമയത്തിന്റെ പരിമിതി കൊണ്ട് 7 മണിയാകാൻ പോകുന്നു. ഈ നാസക്ക് വേണ്ടിയിട്ട് ബണ്ടിങ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ട് കമ്പനിയാണ് ഇപ്പം മാഗ്നറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഈ നാസ നിയോഡിയം മാഗ്നറ്റ് ഉപയോഗിച്ച് സ്പേസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്സിജൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള പഠനങ്ങൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, വറീഡാവണ്ട. ഗ്ലൂക്കോമ പോലത്തെ അസുഖങ്ങളെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. കൊറിയയിലൊക്കെ നടന്ന പരീക്ഷണങ്ങളാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. വാദത്തിന് ജപ്പാൻ, സ്വെല്ലിങ്ങിന്, പെയിന്, സ്റ്റിഫ്നെസ്, ഇമ്മൊബിലിറ്റി, ചലനശേഷി കുറയുന്നതിന്, എന്താ പറയാ, സ്റ്റിഫ്നെസ്, ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്നതിനൊക്കെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിസം സാധിക്കുമെന്ന് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 60ാമത്തെ മൂലകാണ് നിയോഡേമിയം. അതിനെ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു വെച്ചാൽ, നിയോഡേമിയം എന്ന് പറയുന്ന ഒരു മൂലകം ഓക്സിജനായിട്ട് സമ്പർക്കത്തിലായി കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് നശിച്ചു പോകും. അതിന് നമ്മൾ പേറ്റന്റ് ആണ്. നമ്മൾ ഇന്ന് വരെ ആ ടെക്നോളജി പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പനി വന്നിട്ട് ഇത് 52 മറ്റേ അതിന്റെ പവറൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കൺഫ്യൂഷൻ ആക്കിയിട്ട് കമ്പനിയെ ഇപ്പം ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊക്കെ ഉടായ്പ തട്ടിപ്പിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരു പ്രതിഭാസമാണ്. ഇവിടെ നമ്മൾ സയന്റിഫിക്കലായിട്ട് നമ്മുടെ ഡോക്ടറുടെ എടുത്ത MD, ഇന്ത്യയിൽ ഒരു ഒറ്റ മനുഷ്യനേ ഉള്ളൂ. ദ മാഗ്നറ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനെ ഇന്ത്യയിലുള്ളൂ ഇതിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ. അദ്ദേഹത്തിന്റെ കമ്പനിയിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് എപ്പോഴും അഭിമാനമായിരിക്കണം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അതാണ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി. സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. പഠനങ്ങളാണ്. അതിന്റെ വെബ്സൈറ്റ് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തൽക്കാലം. ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, മനോജ് സാറിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അദ്ദേഹം PDF ഷെയർ ചെയ്ത് തരും. EVian എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള വെള്ളം മാഗ്നറ്റിക് വാട്ടർ ആണ്. നമ്മുടെ കുൻസാവാലി എന്ന് പറയുന്ന ഇപ്പോഴും 100-130 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾ ഉള്ള ആ സ്ഥലത്തുള്ള വെള്ളം മാഗ്നറ്റിക് വാട്ടർ ആണ്. അത് ആന്റി ഓക്സിഡന്റ് ആണ്, മൈക്രോ ക്ലസ്റ്റർ ആണ്,
60 വർഷത്തെ പഠനം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടി, നമുക്ക് ഇതിന്റെ വില അറിയില്ല. എനിക്ക് തോന്നുന്നു ഗുഡ് ടീച്ചിങ് ഈസ് മോർ ഗിവിംഗ് ഓഫ് റൈറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല ടീച്ചിങ് എന്ന് പറയുന്നത് ഉത്തരം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. ബെസ്റ്റ് ടീച്ചേഴ്സ് വിൽ നോട്ട് ഗിവ് യു സംതിങ് ഡ്രിങ്ക്. നിങ്ങൾ കുടിക്കാൻ തിന്നാനും തരുന്നതല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഞങ്ങളുടെ ഒക്കെ സക്സസ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ അപ്ലൈ ലീഡേഴ്സിന്, എനിക്ക് ഈ അവസരം തന്ന പവിത്ര സാറിന്, അതേപോലെ തന്നെ ഇത് പഠിക്കാൻ എനിക്ക് തോന്നിപ്പിച്ച ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു സാർ. സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് എക്സ്ട്രീംലി സോറി. നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് കിട്ടുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലും അതേപോലെ തന്നെ ഗൂഗിളിൽ സാധനങ്ങളൊക്കെ കിട്ടും. ആകെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെ കോൺഫിഡൻസ് മറ്റുള്ളവന്റെ വിവരമില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. 1 മണിക്കൂർ കൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് മാഗ്നറ്റിസത്തെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ഉപയോഗിക്കുന്ന മാഗ്നറ്റ് ഏതാണെന്നെ കുറിച്ചൊക്കെ സാറ് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒരു കസ്റ്റമർ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഹോം മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ മറ്റേ POPകളിൽ അങ്ങനെ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു പഠനം മാത്രമാണ് സാർ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും സമയം കുറെ വൈകി. ഇതിന്റെ ക്ലോസിംഗ് സെറമണിയിലേക്ക് നമ്മുടെ ഏറ്റവും ആരാധ്യനായ നമ്മുടെ ലീഡർ ശ്രീ മനോജ് സാറിനെ ഞാൻ ആദ്യമായി ക്ഷണിക്കുകയാണ്. സാർ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബാബുരാജ് സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. മാഗ്നറ്റിസത്തെ കുറിച്ചാണ് നമ്മുടെ പ്രിയങ്കരനായ മിനീഷ് സാർ ഇവിടെ ഇത്രയും നേരം നമ്മളോട് സംവദിച്ചത്. ഒരുപക്ഷെ ഇത്രയും ഡീപ്പ് നോളജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഒത്തിരി പേരുണ്ടാകും ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാഗ്നറ്റിസത്തെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു സാഗരമാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങളും പുതിയ പുതിയ അറിവുകളും അതിന്റെ ചരിത്രവും അതിന്റെ റിസൾട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയൊന്നും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളും ഇതിനകത്ത് കാണും. അപ്പൊ വളരെ നല്ലൊരു അറിവാണ് പ്രിയങ്കരനായ മിനീഷ് സാർ നമുക്കിവിടെ തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം എല്ലാവരുടെയും പേരിൽ നന്ദി, കടപ്പാടും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കാരണം എല്ലാവർക്കും അതിനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ഇവിടെ നന്ദി അർപ്പിക്കുകയാണ് മിനീഷ് സാർ. കാരണം ഇതുപോലുള്ള അറിവുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എപ്പോഴും നമുക്ക് നോളജാണ് നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള ആവേശം ഉണ്ടാക്കുന്നത്. നമ്മൾ ഫീൽഡിൽ എന്ന് പറയുമ്പോൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു തിയറിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. രോഗം വന്ന ഡോക്ടർ, ചികിത്സ, മരുന്ന്, ആശുപത്രി, ഈ ചിന്താഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇതുപോലുള്ളൊരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയെ റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ വലിയ അറിവുള്ളവരായിട്ട് നമ്മളെ കളിയാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചൂളിപ്പോകാറുണ്ട്. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പൊ എല്ലായിടത്തും പ്രയോഗിക്കേണ്ടതല്ല ഇത്. അറിവുകൾ ആവശ്യമുള്ളിടത്ത് പ്രയോഗിക്കുക. ചില വീടുകൾ ഇപ്പോൾ ഇവിടെ ബാബുരാജ് സാറിനെ പറഞ്ഞ പോലെ നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഴ്സിംഗ് മേഖലയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ചെന്ന് സംസാരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടികളെ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവരവരുടേതായ ആ രീതി മാത്രമാണ് അവരെ പഠിപ്പിച്ചു. ആ സയൻസ് ആണ് ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തത് സ്വാഭാവികം. അപ്പൊ അതുകൊണ്ടുള്ള കുറവാണ്. പിന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടി മനസ്സിലാക്കി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആകരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇന്ന് പ്രത്യേകിച്ച് മാഗ്നറ്റിസത്തിനെ കുറിച്ച് ക്ലാസ് വെച്ചത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ട്രെയിനിങ് തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അതാത് ടീമുകളെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും അടിപൊളിയായിട്ടുള്ള അവതരണങ്ങളാണ് ഇന്ന് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. പുതിയ പുതിയ അറിവുകൾ ഇല്ലേ. നമുക്കറിയാം മാഗ്നറ്റിക് എനർജി ബോഡിയിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സെല്ലുകളുടെ എനർജി കുറയുമ്പോൾ നമ്മുടെ pH ലെവൽ കുറയുമ്പോൾ നമ്മൾ പേഷ്യൻസ് ആയി മാറിക്കൊണ്ടിരിക്കും. അത് കൂടുതൽ കൂടുതൽ വരുമ്പോഴാണ് ഈ ക്യാൻസർ സെല്ലുകളൊക്കെ നമ്മുടെ ബോഡിയിൽ വളരുന്നത് ആണ് അദ്ദേഹം ഇവിടെ കാരണസഹിതം ഇവിടെ വിശദീകരിച്ചത്. വിത്ത് പ്രൂഫാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് എല്ലാ കാര്യങ്ങളും.
അപ്പൊ ഇതിന്റെ PDF ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇതൊക്കെ ഷെയർ ചെയ്ത് വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം എല്ലാവരും. ഇത് ജസ്റ്റ് ഷെയർ ചെയ്ത് തുറന്നു പോലും നോക്കൂല പലരും എന്നുള്ളതാണ്. അപ്പൊ അത് ഷെയർ ചെയ്താൽ അതൊന്ന് വായിച്ച് സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിക്കും. നിങ്ങൾ അറിവുള്ളവരായിട്ട് മാറുക, ആവശ്യമുള്ള സ്ഥലത്ത് അറിവുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. എല്ലായിടത്തും പോയി പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു അറിവ് നൽകുന്ന, നമുക്ക് ആവേശം നൽകുന്ന, ഈ മാഗ്നറ്റിസം എന്താണ്, അതിന്റെ സയൻസ് എന്താണ്, അതിന്റെ ശാസ്ത്രീയത എന്താണ്, അതിനെ ലോകം അംഗീകരിച്ചിട്ടുണ്ടോ, ശാസ്ത്രീയ വശങ്ങളുണ്ടോ, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിജയമാണ്, സക്സസ് ആണ്, അല്ലെ? ഒരു എന്താ പറയാ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മുടെ ടീമിനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാവിലെ 6 മണി മുതൽ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആവേശം ചോരാതെ, പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോഴുണ്ടാവും, അല്ലെ? ഇപ്പൊ ജോൺ സാർ കാറും കൊണ്ട് പോവാണ്, അല്ലെ? പോകുന്ന വഴിക്ക് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക് ഉണ്ടായാൽ ജോൺ സാർ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവോ? ഒരിക്കലും പോകില്ല, അല്ലെ? അപ്പൊ എന്താ, അടുത്ത വഴിയിലൂടെ പോകും, അടുത്ത വഴിയിലൂടെ പോകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയും നമ്മൾ ആവേശത്തോടെ പടവരുതാനുള്ള ആർജവമുള്ളവർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ സുഹൃത്തുക്കളെ, അല്ലെ? ഇന്ന് നമുക്ക് അഭിമാനിക്കാം, അല്ലെ? ഇന്നലെ നമ്മള് ക്രിക്കറ്റ് ആയിരുന്നു, അല്ലെ? ലോകകപ്പ് നേടിയെടുത്തു, ഇല്ല? അതിൽ മുത്തമിട്ടു നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ. നമുക്ക് അഭിമാനിക്കാം. ബിഗ് കൺഗ്രാചുലേഷൻ സഞ്ജു സാംസൺ, ഇല്ലേ? കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ആറാട്ടായിരുന്നു, ഇല്ലേ? അദ്ദേഹത്തിന് കളിയൊക്കെ ഫെയിൽഡ് ആവുന്നു, ഒന്നും പറ്റുന്നില്ല, അയാൾ ഔട്ടാക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇല്ലേ? കളിയിലേക്ക് കയറ്റരുത്, അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു, മനസ്സിലായ? അവിടുന്ന് അദ്ദേഹം അങ്ങോട്ട്, ഇല്ലേ? ഇന്നത്തെ അദ്ദേഹത്തിന് പറഞ്ഞ സച്ചിൻ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. സച്ചിൻ ഇന്നലെ പോലും അദ്ദേഹത്തിന് വിളിച്ച് ആവേശം കൊടുത്തപ്പോ അദ്ദേഹം ഫീൽഡിലേക്ക് വീണ്ടും ആവേശത്തോടെ ഇറങ്ങിയപ്പോ ഈ 3 കളിയിലും, ഇല്ലേ, ഇന്ത്യയെ വിജയിപ്പിച്ചത് നമ്മുടെ സഞ്ജു സാംസനാണ്. എവിടുന്ന ഇത് കിട്ടിയത്? അതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേടിയെടുക്കുന്നുള്ള ഒരു ആവേശം എന്ന് പറയുന്നത്, അല്ലെ? ആ സഞ്ജു സാംസൺ എന്ന ഒറ്റ വ്യക്തിയുടെ കഴിവുകൊണ്ടാണ് ലോകകപ്പിൽ മുത്തമിടാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചത്. എന്റെ സുഹൃത്ത്, നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യം, ശ്രീജ എന്ന് പറയുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ മകള്, ഇല്ലേ, സിവിൽ സർവീസിൽ റാങ്ക് നേടിയത്, ഇല്ലേ? അദ്ദേഹത്തിന്റെ ഒരൊറ്റ തന്റെ ഇടം കൊണ്ടാണ്. മകൾക്കത് സാധിക്കും എന്ന് പറഞ്ഞോട്ട് ആ കുട്ടിയെ പ്രേരിപ്പിച്ചപ്പോ ആ കുട്ടിയുടെ ഉള്ളിൽ, ഇല്ലേ, എനിക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ജനിപ്പിക്കാൻ, ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആ കുട്ടിക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 57ാമത്തെ റാങ്ക് ആണെങ്കിൽ പോലും ഫസ്റ്റ് അച്ചീവർ ആയിട്ട് മാറാൻ സാധിച്ചത്. അതിനുവേണ്ടി ആ കുട്ടി പ്രിപ്പയർ ചെയ്ത് ഒരു ദിവസം കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ടല്ല, ഒരു മാസം കൊണ്ടല്ല, ഒരു വർഷം കൊണ്ടല്ല, 2 വർഷം കൊണ്ടല്ല, 5 വർഷം കൊണ്ടല്ല. സ്റ്റെപ്പ് സ്റ്റെപ്പ് ഓരോ ദിവസവുമുള്ള മാറ്റങ്ങൾ, ഓരോ ദിവസവും ഹാബിച്വൽ ചേഞ്ചസ്, നമ്മുടെ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ പ്രവൃത്തിയിലും ചിന്തയിലും ഉണ്ടാകണം. ഒരു സുപ്രഭാതത്തിലൊന്നല്ല വിജയത്തിലേക്ക് എത്തുന്നത്. എല്ലാവരും പരാജയപ്പെട്ട് പട്ടുകുഴിയിലേക്ക് പോയവർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആ കുട്ടിയെ സംബന്ധിച്ചിട്ട് അറിയാം, എത്രയോ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് വിജയിച്ചത്. പക്ഷെ ആ കുട്ടി ഉണ്ടല്ലോ, ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയില്ല, അല്ലെ? എന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോ ഞാൻ ആ റാങ്കിൽ 15ാമത്തെ റാങ്ക് ആയിരിക്കുമെന്ന്, ഇല്ലേ, വീട്ടിലെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ അത്, ഇല്ലേ? 15ാമത്തെ റാങ്ക് ഞാൻ അച്ചീവ് ചെയ്യുമെന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ എഴുതി വെച്ചുകൊണ്ടാണ് കുട്ടി പഠിക്കാൻ തയ്യാറായത്. സുഹൃത്തുക്കളെ, 15 അല്ലെങ്കിൽ 50ാമത്തെ റാങ്ക് 57ാമത്തെ റാങ്ക് കുട്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നീട്ടുകയാണ്, ഞാൻ നിർത്തുകയാണ്. 161 കോടി രൂപ ഞാൻ അച്ചീവ് ചെയ്യില്ലേ 2028, അല്ലെ? ഡിസംബർ 30-ൽ, അല്ലെ? എന്റെ വരുമാനം 160 കോടി രൂപയിലേക്ക് ഓരോ വർഷവും 161 കോടി രൂപ റീപർച്ചേസിലൂടെ ഞാൻ ഇതിൽ അച്ചീവ് ചെയ്യുന്ന ഒരു ഗോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു സംശയവും വേണ്ട, അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഗോളുകൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക, ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, അറിവുകൾ സമാഹരിക്കുക, ഈ അറിവുകൾ ടീമിന് പകർന്നു കൊടുക്കുക, ടീമിന് കോൺഫിഡൻസ് കൊടുക്കുക, ടീമിനെ ചേർത്ത് പിടിക്കുക. ആവേശത്തോടെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കുതിച്ചുയരാൻ വേണ്ടി, പറന്നുയരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. മിനീഷ് സാറിനും ടീമിനും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ ആവേശവും ഊർജവും ശക്തിയും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. Okay, thank you, sir.